പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് പോളോ ജി ടി ഹെഡ്ലൈറ്റിൻ്റെ അകത്ത് നമുക്ക് എങ്ങനെയാണ് ഒരു അടിപൊളി രീതിയിൽ ഒരു DRL സെറ്റ് എടുക്കാമെന്നാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെ ബാക്കിൽ കിടക്കുന്ന ഗരുഡയുടെ വണ്ടിക്കകത്ത് നമ്മൾ ഹെഡ്ലൈറ്റ് സെറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആരും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ എന്തായാലും മേലെ ഞാൻ ആഡ് ചെയ്തിരിക്കാം, നിങ്ങൾ പോയി കണ്ടാൽ മതി. അപ്പം ഇതിൽ ഇപ്പം നമ്മൾ ഹെഡ്ലൈറ്റിൻ്റെ അകത്ത് DRL സെറ്റ് എടുത്തിട്ടുണ്ട്, കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുകയെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പോയി നേരെ കണ്ടിട്ട്. അപ്പോൾ ഇതാണ് ഹെഡ്ലൈറ്റ് എന്ന് പറയുന്നത്. അപ്പം ഹെഡ്ലൈറ്റ് നമുക്ക് വന്നപ്പോൾ തന്നെ അത്യാവശ്യം നല്ല നീറ്റ് കണ്ടീഷനിലാണ് വന്നത്. പിന്നെ അകത്തുള്ള ഗ്ലാസ് മാത്രം ഊരി കിടക്കണമുണ്ടായിരുന്നു. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ എങ്ങനെയാണ് നമുക്ക് ഒരു ഹെഡ്ലൈറ്റിൻ്റെ അകത്ത് ഒരു DRL സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമുക്ക് നേരെ കാണാം. അപ്പോൾ എല്ലാ ഹെഡ്ലൈറ്റിലും നമ്മൾ ചെയ്യും പോലെ തന്നെയാണ്. അപ്പം 2 ഹെഡ്ലൈറ്റിനെയും ഗ്ലാസ്സിനെയും നമ്മൾ തനിത്തനിയായിട്ട് നമ്മൾ റിമൂവ് ചെയ്തെടുക്കണം. എന്നിട്ട് വേണം അത് DRL സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളിതിൽ ആദ്യമായിട്ടാണ് നമ്മൾ ഈ പോളോയിൽ നമ്മൾ DRL സെറ്റ് ചെയ്യണത്. അതുകൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ അടിപൊളിയായിട്ട് നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് എളുപ്പമായിട്ട് നിങ്ങൾക്ക് തന്നെ വീട്ടിൽ നിന്ന് വേണമെങ്കിൽ ചെയ്യാം. അപ്പം അതല്ല നിങ്ങൾക്ക് നമ്മൾ തന്നെ ചെയ്തു തരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊറിയറും നമ്മൾ അവൈലബിൾ ആണ്. അപ്പോൾ ഇതായിരിക്കും നമ്മൾ ലൈറ്റ് കത്തിച്ചതിന് ശേഷമുള്ള ഒരു ലുക്കാണത്. അപ്പോൾ ഈ DRL സെറ്റ് ചെയ്തത് എങ്ങനെയാണ്, സാധനം കൊള്ളാമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ എന്തായാലും കമൻറ്റ് അടിച്ചിരിക്കണം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ട് ഇരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എന്തായാലും ഒരു ലൈക്ക് അടിക്കുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്താരെങ്കിൽ ഇതുവരെയ്ക്ക് ഈ ചാനലിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് ചെയ്യുക. അപ്പോൾ ഇതിനെങ്കിലൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.